ഒരു കാലത്ത് ഇന്ത്യയുടെ ക്രിപ്റ്റോ എക്സ്ചേഞ്ചുകളുടെ നിറസാന്നിധ്യമായിരുന്നു വസീറക്സ്. എന്നാൽ ഇന്ന് ഒരു മുന്നറിയിപ്പിന്റെ കഥയായി മാറിയിരിക്കുന്നു. 2018 മിസ്റ്റർ ഷെട്ടി തുടങ്ങിയ വസീറക്സ് കുറച്ചു കാലം കൊണ്ട് തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രിപ്റ്റോ എക്സ്ചേഞ്ചായി മാറി. 2024 ജൂലൈയിലാണ് കാര്യങ്ങൾ കൈവിട്ടുപോയത്. നോർത്ത് കൊറിയൻ ലാസറസ് ഗ്രൂപ്പ് എന്ന ഹാക്കർമാർ വസീറക്സിന്റെ മൾട്ടി സിഗ്നേച്ചർ വാലറ്റ് ലൂപ്പോൾസ് ഉപയോഗിച്ച് ഏകദേശം $235 മില്യൺ അസറ്റ്സ് ആണ് തട്ടിയെടുത്തത്. ഇത് വലിയ ആശയക്കുഴപ്പങ്ങളുണ്ടാക്കി. വസീറക്സ് ടെമ്പറലി സ്റ്റോപ്പ് ദർ ട്രേഡിംഗ് ആക്ടിവിറ്റി. 2024 ഡിസംബർ 18 ഡൽഹി ഹൈക്കോടതി വസീറക്സിന്റെ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും അന്വേഷണം ആരംഭിച്ചു. ജൂലൈ 2024 ഇൻവെസ്റ്റേഴ്സിന് ഏകദേശം $235 മില്യൺ നഷ്ടപ്പെട്ടത് പ്രാഥമിക അന്വേഷണത്തിൽ ക്രിമിനൽ കേസുകൾക്കൊന്നും തെളിവുകൾ കണ്ടെത്താനായില്ല. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 2025 മുമ്പായി പുതിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ഡൽഹി ഹൈക്കോടതി ഉത്തരവിട്ടിരിക്കുന്നത്. ഇതിനൊപ്പം ബൈനാൻസ് വസീറക്സിന്റെ ടോക്കണായ WRX ഡീലിസ്റ്റ് ചെയ്യുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഡിസംബർ 25 ഡീലിസ്റ്റിംഗ് നടക്കുക. ഇതിന്റെ ഫലമായി WRX ടോക്കൺ വൻതോതിലാണ് ഇടിഞ്ഞിരിക്കുന്നത്. സൈബർ ആക്രമണത്തിന് ശേഷം വസീറക്സ് ഏകദേശം $73 മില്യൺ ആണ് ബൈബിറ്റ് ക്യൂകോയിൻ എന്ന ഗ്ലോബൽ എക്സ്ചേഞ്ചുകളിലേക്ക് മാറ്റിയതായാണ് റിപ്പോർട്ട്. കോയിൻ സ്വിച്ചിന്റെ 2% ഫണ്ട്, അതായത് $9.65 മില്യൺ ആണ് വസീറക്സ് ഹാക്കായ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കോയിൻ സ്വിച്ചും ഇപ്പോൾ നിയമ നടപടികൾ സ്വീകരിച്ചിരിക്കുകയാണ്. ഈ സംഭവങ്ങളെല്ലാം വസീറക്സിന്റെ ഇൻവെസ്റ്റേഴ്സിനെ ആശയക്കുഴപ്പത്തിലാക്കിയിരിക്കുകയാണ്. ഇനി വസീറക്സിന്റെ ഭാവി എന്താകുമെന്ന് കാത്തിരുന്ന് കാണേണ്ടത് തന്നെയാണ്.